ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ മുന്നണികൾ നാടിളക്കിയുള്ള പ്രചരണമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ടൗണുകളിൽ ഉച്ചഭാഷിണികളുമായി വാഹനങ്ങൾ കാതടപ്പിക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെന്റാണ് ഇന്നലെയും ഇന്നുമായി നടത്തിവരുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 5 മണിയോടെ കുട്ടിക്കലാശവും നടക്കും. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. മന്ദഗതിയിൽ നീങ്ങിയ പ്രചരണം ഇന്നലെ മുതലാണ് കൊടുമ്പിരി കൊണ്ടത്. 3 മുന്നണികളും ഗ്രാമങ്ങളും ടൗണുകളും കേന്ദ്രീകരിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തുമ്പോൾ മറ്റൊരു സംഘം വീടുകൾ കയറി വോട്ടുറപ്പിക്കുന്നു. വേറൊരു സംഘം സ്ലിപ്പുകൾ കൊടുക്കുന്നു. ഇങ്ങനെ എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ചൂട് വാനോളം ഉയർന്നിരിക്കുകയാണ്. തുടക്കത്തിൽ സാധാരണ കാണാറുള്ള ആവേശം തെരഞ്ഞെടുപ്പിനുണ്ടായില്ല. പ്രചരണത്തിൽ കണ്ടുവരാറുള്ള പണക്കൊഴുപ്പ് ഇപ്രാവശ്യം കുറഞ്ഞിരുന്നു. പ്രചരണ സാമഗ്രികളുടെ എണ്ണത്തിലും കുറവ് വന്നിരുന്നു. സ്ഥാനാർത്ഥികളോടൊപ്പം വലിയ ആൾക്കൂട്ടവും ഉണ്ടായില്ല. സ്ഥാനാർത്ഥിയും 1-2 പ്രവർത്തകരും മാത്രമാണ് ഭവന സന്ദർശനത്തിന് എത്തിയത്. നേതൃത്വം കൊടുത്ത ഈ നാടിന്റെ ജനനായിക സഖാവ് ഷീല രാജന് ചുറ്റിക കരുവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാതൃത്വത്തിന്റെ വാത്സല്യത്തിന്റെ പുഞ്ചിരിയുടെ നിറകുണം സഖാവ് ഷീല രാജന് വിയർപ്പിന്റെ മണമുള്ള ധീരരോധനങ്ങൾ കൊണ്ട് കേരളം സ്തംഭിച്ചു നിൽക്കുന്നു. ദുർഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചാൽ കാതടുപ്പിക്കുന്ന ശബ്ദത്തിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും. എന്നാൽ ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. ഇന്നലെ മുതലാണ് നാടിളക്കിയുള്ള പ്രചരണം ആരംഭിച്ചത്. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെ വാഹനവും ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെന്റുകളുമായാണ് കളം നിറഞ്ഞത്. ഇതിനും പതിവ് പോലെ കൂടുതൽ വാഹനവും ഉണ്ടായില്ല. ഇന്ന് വൈകിട്ട് 5 മണിയോടെ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണവും അവസാനിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.